and welcome to Egan Srilakshmi Miss ആണ്. അപ്പോൾ Nothing Twice എന്നുള്ള പോം നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് പോമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോമാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഈ പോമിൽ നോക്കാനുള്ളത് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വെരി ഫസ്റ്റ് സ്റ്റാൻസ ടോക്സ് അബൌട്ട് ഒരു കാര്യവും റിപ്പീറ്റ് ആവുന്നില്ല ആക്ച്വലി ലൈഫിൽ, അല്ലേ? നമ്മുടെ ലൈഫ് ഒരിക്കലും നമ്മൾ ഒരു ഡേ പോലും റിപ്പീറ്റ് ആവുന്നില്ല. ദാറ്റ് ഇസ് നത്തിങ്. ഒരു ഇൻസിഡൻറ്റ് പോലും ക്യാൻ എവർ ഹാപ്പൻ ട്വൈസ് റിപ്പീറ്റ് ആയിട്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാവില്ല. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി കം ഹിയർ ഇംപ്രവൈസ്ഡ്, അല്ലേ? നമ്മളൊന്നും പ്രിപ്പയർഡ് ആവാതെ വന്നിട്ട് നമുക്കൊന്നും പ്രാക്ടീസ് ചെയ്യാണ്ട് പോവേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ ലൈഫിൽ കാണാനുള്ളത്. ആൻഡ് ഇഫ് യു ഗോ ത്രൂ ദിസ് സ്റ്റാൻസ നമുക്ക് എന്തൊക്കെ ഫോക്കസ് ചെയ്യാൻ പറ്റും? Nothing can ever happen twice. അപ്പോൾ ഒന്ന് നിങ്ങൾ ഉറക്കെ പറഞ്ഞു നോക്കിയേ, nothing can ever happen twice. ഓക്കെ, ആ സൗണ്ടിൻ്റെ റെപ്പറ്റീഷൻ അതിൽ വരുന്നുണ്ട്. അങ്ങനെ വവൽ സൗണ്ട്സിൻ്റെ റെപ്പറ്റീഷൻ വരുന്നതിനാണ് നമ്മൾ എന്ത് പറയാം? ആസനൻസ് എന്ന് പറയാം. ഇനി നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ട്വൈസ്, ഇംപ്രൊവൈസ്ഡ്, ഇത് രണ്ടിനെയും ചെറിയൊരു സൗണ്ടിൻ്റെ വ്യത്യാസം ഉണ്ട്, അല്ലേ? അപ്പോൾ അതിനെ നമുക്ക് കംപ്ലീറ്റ് റൈം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവിടെ എന്താണ് യൂസ് ചെയ്തിട്ടുള്ളത്? സ്ലാൻഡ് റൈം അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് റൈം ആണ്. ഓക്കെ, and in addition if you look at the line 2 and 3 and 4, ഈ ഒരു മൂന്ന് ലൈനിൽ ഈ കോൺസിക്വൻസ് കഴിഞ്ഞിട്ടുള്ള കോമ കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കുന്നില്ല? ഒരു പോസ് വരുന്നില്ല, അല്ലേ? ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സിംഗിൾ ലൈനായിട്ട് പോവാണ്. അങ്ങനെ ഒരു ലൈനിൽ കവിഞ്ഞ് വേർഡ്സ് അടുത്ത ലൈനിൽ എത്തുമ്പോൾ നമ്മൾ അതിന് എന്ത് പറയും? എൻജാബ്മെൻറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ സ്റ്റാൻസ 1 ക്ലിയർ ആണ് വിചാരിക്കുന്നു. മൂവിങ് ഓൺ ടു സ്റ്റാൻസ 2, ഈവൻ ഇഫ് ദർ ഇസ് നോ വൺ ഡമർ, അല്ലേ? അപ്പോൾ ഈ ഒരു വേൾഡിൽ നിങ്ങളെക്കാട്ടിലും മണ്ടനായിട്ട് ഒരാളില്ല എങ്കിൽ, അല്ലെങ്കിൽ ദർ ഇസ് ഇഫ് യു ആർ ദ പ്ലാനറ്റ്സ് ബിഗസ്റ്റ് ഡാൻസ്, അപ്പോൾ അടുത്ത പോസിബിലിറ്റി നിങ്ങളാണ് ഈ ഒരു ലോകത്തിലെ ഏറ്റവും വലിയ സ്ലോ ലേണർ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിലും യു കാൻ റിപ്പീറ്റ് ദ ക്ലാസ് ഇൻ സമ്മർ, ദിസ് കോഴ്സ് ഇസ് ഓൺലി ഓഫേർഡ് വൺസ്. അപ്പോൾ എന്താണ് ഈ ഒരു ക്ലാസ്, ഈ ഒരു ലൈഫ് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റില്ല. ഈ ഒരു കോഴ്സ് നമുക്ക് ഒറ്റവട്ടമേ, ഈ ലൈഫ് എന്ന കോഴ്സ് നമുക്ക് ഒരൊറ്റ വട്ടമേ കിട്ടുന്നുള്ളൂ. ആൻഡ് ഹിയർ ഇഫ് യു ഫോക്കസ് യു ക്യാൻ സീ ദാറ്റ് ഇവിടെ നമ്മുടെ ലൈഫിനെ ഒരു സമ്മർ കോഴ്സുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള കമ്പാരിസൺ എങ്ങനത്തെ കമ്പാരിസൺ ആണ്? മെറ്റഫർ ആണ്. ഓക്കെ, അപ്പോൾ മെറ്റഫറിൻ്റെ യൂസേജ് ആണ് നമുക്ക് ഈ ലൈനിൽ കാണാൻ പറ്റുന്നത്. മൂവിങ് ഓൺ ടു സ്റ്റാൻസ 3, നോ ഡേ കോപ്പീസ് യെസ്റ്റർഡേ, അല്ലേ? ഒരു ദിവസം പോലും വേറൊരു ദിവസത്തിൻ്റെ കോപ്പി അല്ല. ആൻഡ് നോ 2 nights വിൽ ടീച്ച് യു ബ്ലിസ് എക്സാക്ട്ലി ദ സെയിം വേ. അതെ, 2 നൈറ്റിൽ ഓരോ നൈറ്റിലെ പ്ലഷറും ഡിഫറെൻ്റ് ആണ്, അല്ലേ? ഒരു വട്ടം നമ്മളൊരു കാര്യത്തിന് ഫേസ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നെക്സ്റ്റ് ടൈം നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് ഡിഫറൻസ് വരാൻ പോകുന്നുണ്ട്. സോ നത്തിങ് എവർ റിപ്പീറ്റ്സ്. ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ദിസ് ലൈൻ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സ്റ്റാൻസ എന്ന് പറയുന്നത്. യു ക്യാൻ സി അലിട്രേഷൻ. ഓക്കെ, then you can see anaphora. And what is anaphora? This repetition, അല്ലേ? no എന്നുള്ള ഈ വേർഡിൻ്റെ റെപ്പറ്റീഷൻ ആണ് എന്ത്? anaphora എന്ന് പറയുന്നത്. ഓക്കെ, and then if you see in the precisely the same way, precisely the same എന്താണ്? repetition ആണ്. and yes, kisses എന്ന് പറയുമ്പോൾ ഞാൻ പറയണം അവിടെ ഒരു ഇമേജ് യൂസ് ചെയ്തിട്ടുണ്ട്. എന്ത് ഇമേജാണ് യൂസ് ചെയ്തിട്ടുള്ളത്? വെൻ വി ഹിയർ ദ വേർഡ് കിസ് വി നോ ഹൗ ഇറ്റ് ഫീൽസ്, അല്ലേ? ആ ഒരു ടെക്സ്ചർ, ആ ഒരു ടച്ചിങ് നമുക്കറിയാം. സോ ഇറ്റ് ഈസ് എ ടാക്ടൈൽ ഇമേജ്. യെസ്, ടാക്ടൈൽ ഇമേജ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് വി ഹാവ് അസനൻസ്. യെസ്, അസനൻസിൻ്റെ യൂസേജും നമുക്കിതിൽ കാണാൻ പറ്റും, വിച്ച് ഇസ് ദ റെപ്പറ്റീഷൻ ഓഫ് വവൽ സൗണ്ട്സ്. Stanza 4, moving on to stanza 4. One day perhaps some idle tongue mentions your name by accident. അപ്പോൾ എന്തെങ്കിലും ഒരു ദിവസം happens that നമ്മുടെ പോയിറ്റിൻ്റെ ബിലവഡിൻ്റെ അല്ലെങ്കിൽ പോയിറ്റിന് റൊമാൻറ്റിക് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളുടെ പേര് ഒരാളെ മെൻഷൻ ചെയ്യുന്നു. I feel as if a rose were flung into the room all who and sent. അപ്പോൾ എന്ത് ഫീൽ ചെയ്യാണ് നമ്മുടെ പോയിറ്റിന്? ഓൾ ഓഫ് എ സഡൻ ഒരു സർജ് ഓഫ് ഇമോഷൻ വരികയാണ്, അല്ലേ? ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് വരികയാണ്. മുഴുവൻ റൂമിൽ ഒരു റോസ് വലിച്ചെറിഞ്ഞ പോലെ ഫീലിങ്സ് വരികയാണ്, ആ ഒരു സെൻറ്റ് വരികയാണ്. മൊത്തം എല്ലാ സെൻസിനുമുള്ള ഒരു എന്താ പറയുക എക്സൈറ്റ്മെൻറ്റ് വരികയാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ എന്താ? റോസ് വിഷ്വൽ ഇമേജാണ്, സെൻറ്റ് ഓൾഫാക്ടറി ഇമേജ് ആണ്. ആൻഡ് ഇപ്പം നിങ്ങൾ നോക്കുക, മെൻഷൻസ് യുവർ നെയിം എന്താണ്? ഓഡിറ്ററി ഇമേജ് ആണ്. ആൻഡ്
ആസ് എഫ് എ റോസ് വർ ഫ്ലാങ്, ഒരു റോസ് അവിടെ ഇങ്ങനെ എറിഞ്ഞ പോലെ അല്ലേ, അപ്പൊ അതിനെ നമ്മൾ കിനസ്തെറ്റിക് ഇമേജ് എന്ന് പറയും. ഓക്കെ, ആൻഡ് അഗൈൻ നമുക്ക് എന്തുണ്ട്, അസനൻസ് ഉണ്ട് ഈ എല്ലാ ലൈൻസിലും. someone might mention his or her beloved's name, അപ്പോൾ വരുന്ന ആ ഒരു ഫീലിങ്സിന്റെ സർച്ച് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. മൂവിങ് ഓൺ ടു സ്റ്റാൻസ 5, which is the next day though you are with me I can't help looking at the clock അല്ലേ. അപ്പോൾ നമ്മുടെ 4th സ്റ്റാൻസ 5th സ്റ്റാൻസ ആയപ്പോഴേക്കും എന്തായി, ഫീലിങ്സ് പോയി. ഇപ്പോൾ ആ ആൾ എൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ പോലും എനിക്ക് എന്ത് പറ്റുന്നില്ല, എനിക്ക് ഫീലിങ്സ് വരുന്നില്ല അല്ലെ, എൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ പോയി. ഐ എം ലുക്കിംഗ് അറ്റ് ദ ക്ലോക്ക്, ഐ എം വെയിറ്റിംഗ് ഫോർ ദ ടൈം ടു പാസ്. അപ്പോൾ ആ ഒരു ഇമോഷൻസ്, മനുഷ്യൻ്റെ ഫീലിങ്സ് ട്രാൻസിയൻ്റ് ആണ്, അത് സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു സംഭവമല്ല, അതിൽ ചേഞ്ചസ് വരും. a rose what that could be, is it a flower or a rock? അപ്പോൾ ആ ഒരു റോസിൻ്റെ ഫുൾ ഐഡൻറ്റിറ്റി തന്നെ ഇവിടെ എന്തായി, ഇവിടെ ക്വസ്റ്റ്യൻഡ് ആയി അല്ലേ. ആൻഡ് ആസ് യു ഹവ് സീൻ എ ഫ്ലവർ ഓർ എ റോക്ക്, ഇറ്റ് ഷോസ് യു the visual image. Yes, why do we treat the fleeting day with so much needless fear and sorrow? This is something I want to ask you guys. ഇങ്ങനെ നിർത്തി പോവാൻ, എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു ഡേ, അതിൽ നമുക്ക് പിടിച്ച് നിർത്താനുള്ള ഒന്നുമില്ല അല്ലേ. അത്രയും ഫ്ലീറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നമ്മൾ എന്തിനാണ് വിഷമം കൊണ്ടും സങ്കടം കൊണ്ടും ഫേസ് ചെയ്യുന്നത്? വൈ കാൻ വി ജസ്റ്റ് ബി ഫ്രീ? ഓക്കെ, ഇറ്റ്സ് ഇൻ നേച്ചർ നോട്ട് ടു സ്റ്റേ, ടുഡേ ഈസ് ഓൾവേസ് ഗോൺ ടുമോറോ. അപ്പോൾ ഇന്ന് എന്തായാലും നാളേക്ക് പോയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ ഒരു പാസേജ് ഓഫ് ടൈം ആണ് കാണിക്കുന്നത്. അഗെയിൻ ടുഡേ ഈസ് ഗോൺ ടുമോറോ എന്തുണ്ട്, അലിട്രേഷൻ ഉണ്ട്. വൈ ഡു വി ട്രീറ്റ് ദ ഫ്ലീറ്റിംഗ് ഡേ, ഈ സൗണ്ടിൻ്റെ റെപ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ അതെന്താണ്, എസനൻസ് ആണ് അല്ലേ, എസനൻസിൻ്റെ യൂസേജ് ആണ് കാണുന്നത്. ആൻഡ് ഇറ്റ് ഷോസ് ദാറ്റ് time moves. And stanza 7 is, with smiles and kisses we prefer to seek a cloud beneath our stars, although we are different we conquer just as 2 drops of water are. അതായത് ഇങ്ങനെയൊക്കെ ഡിഫറെൻ്റ് ആണെങ്കിൽ പോലും നമ്മൾ ഒരു ഹാർമണി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും അല്ലേ, ത്രൂ സ്മൈൽസ് ആൻഡ് കിസ്സസ്. അപ്പോൾ ആ ഒരു ഹാർമണിയുടെ പുറത്താണ് നമ്മൾ നമ്മുടെ ഡിഫറൻസിനെ മറന്നിട്ട് വി കം ഇൻ ടു ആ പീസ്ഫുൾ ബീങ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ആസ് 2 drops of water are, അത് എന്ത് ടൈപ്പ് ഓഫ് കമ്പാരിസൺ ആണ്? യെസ്, സിമിലി ആണ്. ആൻഡ് യു ക്യാൻ ഓൾസോ സീ ദി എക്സാമ്പിൾസ് ഓഫ് അലിട്രേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു പോമിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മെയിൻ ഡീറ്റെയിൽസ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ പോം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളുടെ എക്സാമിന് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഐ ഹോപ്പ് യു ആർ പ്രിപ്പയർഡ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.